നമ്മുടെ നീതി സ്റ്റോർ കമ്മീഷൻ ഏജന്റിനെ ഒഴിവാക്കി സഹകരണ ബാങ്ക് നേരിട്ട് ഇന്നു മുതൽ ഇവിടെ നടത്തപ്പെടുകയാണ്. ഈ തീരുമാനം കൈക്കൊണ്ട ബാങ്ക് ഭരണസമിതിയെ ഏറ്റവും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ബാങ്ക് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും സാധാരണക്കാർക്കായിട്ടുള്ള ഈ നീതി സ്റ്റോർ ഏറ്റെടുത്ത് നടത്തുന്നതിന് കൈക്കൊണ്ട തീരുമാനം വളരെ അഭിനന്ദനം അറിയിക്കുന്നത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഗുണമേന്മയുള്ളതും മിതമായ നിരക്കിലും മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് നീതി സ്റ്റോറുകൾ കേരളത്തിൽ എമ്പാടും ആരംഭിച്ചിട്ടുള്ളത്. ആധുനിക ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റം ഭക്ഷണ രീതിയിലും വ്യായാമക്കുറവിന്റെ രീതിയിലും നമ്മുടെ ജനങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ അടക്കം വലിയൊരു പ്രായഭേദമന്യേ എല്ലാവരും പിടിപെട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ. അത്തരക്കാർക്ക് രോഗികൾക്ക് ഒരാശ്വാസം കണ്ടെത്തുന്നതിനും രോഗം മാറുന്നതിനുമായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പൊതുവിപണിയിൽ ഇന്ന് മരുന്നുകളുടെ അമിതമായ വിലക്കയറ്റം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഈ അവസരത്തിലാണ് നീതി സ്റ്റോർ പോലുള്ള സ്ഥാപനങ്ങൾ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്നത്. ഇവിടെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച പോലെ തന്നെ അതിലും ഭംഗിയായി നമ്മുടെ നീതി സ്റ്റോർ സാധാരണക്കാർക്ക് വേണ്ട ജീവരക്ഷാ മരുന്നുകളടക്കം, നമുക്കറിയാം ഇന്നിപ്പോ മാരകമായ രോഗങ്ങൾ ഉള്ള ആളുകളുടെ ഓരോ മരുന്നുകളും വലിയ വില കൊടുത്താണ് ജീവരക്ഷാ മരുന്നുകൾ മേടിക്കുന്നത്. അതെല്ലാം ഈ നീതി സ്റ്റോർ പോലുള്ള സ്ഥാപനങ്ങൾ സാധാരണക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇന്നു മുതൽ ഇവിടെ സഹകരണ ബാങ്ക് നേരിട്ട് നടത്തുമ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടി ഈ ഭരണസമിതി ഏറ്റെടുക്കുകയാണ്. ഈ നാട്ടിൽ സഹകാരികൾക്ക് ഒരു വീഴ്ച കൂടാതെ അവർക്ക് സമയബന്ധിതമായി ജീവരക്ഷാ മരുന്നുകൾ, എല്ലാ മരുന്നുകളും ലഭ്യമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഭരണസമിതിയുടെ ഏറ്റെടുക്കുകയാണ്. ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മിതമായ നിരക്കിലും എല്ലാ മരുന്നുകളും ഇനി മുതൽ നമുക്ക് ഇവിടെ ലഭ്യമാകുമെന്നുള്ള കാര്യം ഇവിടെ പ്രസിഡന്റ് ഉറപ്പു തന്നിട്ടുണ്ട്. നമുക്കറിയാം, സഹകരണ മേഖല കേരളത്തിലെമ്പാടും വളരെ ഒരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടുപോകുന്ന സംഘമാണ്. സഹകരണ മേഖല നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും സഹകരണ മേഖല മുമ്പോട്ട് നിന്നുള്ള ഒരു മേഖലയാണ്. നമ്മുടെ സഹകരണ മേഖല കേരളത്തിൽ തകർന്നാൽ നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയെ തകർന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുൻകാലങ്ങളിൽ സഹകരണ മേഖല നിന്നും ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ പ്രളയം അടക്കമുള്ള കാര്യങ്ങളിൽ സഹകരണ മേഖല ഇടപെട്ടിട്ടുള്ള സാമ്പത്തികമായി അവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സർക്കാരിന് KSRTCക്ക് പെൻഷൻ കൊടുക്കുന്നതിനും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനും വരെ സഹകരണ മേഖല നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു
മേഖലയാണ്. അപ്പൊ ആ മേഖലയിൽ തകർച്ച നേരിട്ടാൽ അത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിന് ശേഷം മുഴുവൻ സഹകരണ സംഘങ്ങളും വായ്പാ തിരിച്ചടവുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സംഘങ്ങൾ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിലെല്ലാം നമ്മൾ കരകയറും. ആ കരകയറുന്നതിന് മുഴുവൻ സഹകാരികളുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. ഇവിടെ ഇന്ന് ഈ തുടങ്ങിയിട്ടുള്ള നീതി സ്റ്റോറിന് മുഴുവൻ സഹകാരികളുടെയും നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവണം. എന്നിരുന്നാലാണ് നമുക്ക് ഇതിന്റെ ഒരു പഴയകാല പ്രതാപത്തേക്കും ഇനി ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ. ഈ അവസരത്തിൽ ഈ നീതി സ്റ്റോറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചവരെ അറിയിച്ചുകൊണ്ടുള്ള നന്ദി. ജയ് ഹിന്ദ്. സഹകരണ ബാങ്ക് നേരിട്ട് നടത്തുമ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടി ഈ ഭരണസമിതി ഏറ്റെടുക്കുകയാണ്. ഈ നാട്ടിൽ സഹകാരികൾക്ക് ഒരു വീഴ്ച കൂടാതെ അവർക്ക് സമയബന്ധിതമായി ജീവൻ രക്ഷാ മരുന്നുകൾ എല്ലാ മരുന്നുകളും ലഭ്യമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഭരണസമിതിയുടെ ഏറ്റെടുക്കുകയാണ്. ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മിതമായ നിരക്കിലും എല്ലാ മരുന്നുകളും ഇനി മുതൽ നമുക്ക് ഇവിടെ ലഭ്യമാകുമെന്നുള്ള കാര്യം ഇവിടെ പ്രസിഡന്റ് ഉറപ്പു തന്നിട്ടുണ്ട്. നമുക്കറിയാം, സഹകരണ മേഖല കേരളത്തിലെമ്പാടും വളരെ ഒരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടുപോകുന്ന സംഘമാണ്. സഹകരണ മേഖല നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും സഹകരണ മേഖല മുമ്പുണ്ടെന്നുള്ള ഒരു മേഖലയാണ്. നമ്മുടെ സഹകരണ മേഖല കേരളത്തിൽ തകർന്നാൽ നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയെ തകർന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുൻകാലങ്ങളിൽ സഹകരണ മേഖല നിന്നും ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ നമ്മുടെ പ്രളയം അടക്കമുള്ള കാര്യങ്ങളിൽ സഹകരണ മേഖല ഇടപെട്ടിട്ടുള്ള സാമ്പത്തികമായ അവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സർക്കാരിനെ KSRTCക്ക് പെൻഷൻ കൊടുക്കുന്നതിനും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനും വരെ സഹകരണ മേഖല നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയിൽ തകർച്ച നേരിട്ടാൽ അത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിന് ശേഷം മുഴുവൻ സഹകരണ സംഘങ്ങളും വായ്പാ തിരിച്ചടവുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സംഘങ്ങൾ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിയിലെല്ലാം നമ്മൾ കരകയറും. ആ കരകയറുന്നതിന് മുഴുവൻ സഹകാരികളുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. ഇവിടെ ഇന്ന് ഈ തുടങ്ങിയിട്ടുള്ള നീതി സ്റ്റോറിന് മുഴുവൻ സഹകാരികളുടെയും നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാവണം. എന്നിരുന്നാലാണ് നമുക്ക് ഇതിന്റെ ഒരു പഴയകാല പ്രതാപത്തേക്കും ഇനി ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ. ഈ അവസരത്തിൽ ഈ നീതി സ്റ്റോറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചവരെ അറിയിച്ചുകൊണ്ടുള്ള നന്ദി. ജയ് ഹിന്ദ്.